ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി രുചിയുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല കുറുകിയ മസാലയോട് കൂടിയ മുട്ട റോസ്റ്റാണ്. നമുക്ക് രാവിലെ അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണിത്. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ പുറത്തൊരു ചെറുതായിട്ടൊന്ന് കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുക്കണം. നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ടയിട്ട് കൊടുക്കാം. നമുക്കിനി മുട്ടയിൽ നിന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന സമയം വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഈ മുട്ട വരഞ്ഞു കൊടുത്തില്ലെങ്കിൽ മുട്ട വറുക്കുന്ന സമയത്ത് മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വരഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടും. അപ്പോൾ നമുക്കിതിപ്പോൾ കോരിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഈ മുട്ട വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മുട്ടയെല്ലാം കോരി വെച്ചിട്ടുണ്ട്. നമുക്കിനി സവോള വഴറ്റിയെടുക്കണം. നമ്മൾ മുട്ട റോസ്റ്റിന് സവോള എടുക്കുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതുപോലെ, അതല്ലാണ്ട് നമ്മൾ കുനുകുന അങ്ങനെ അരിഞ്ഞെടുക്കരുത്. ഇതാണ് ടേസ്റ്റ്. നമ്മൾ മുട്ട വറുത്തെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നമുക്ക് എടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ചതച്ച് കഴിയുമ്പോൾ കാണും. അത്ര ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളകും വേപ്പിലയും വേണം. ഒരു 2 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സവാള നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ കറികൾക്ക് വേവിക്കുന്ന അത്രയും നമ്മൾ സവാള വേവിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ലൈറ്റായിട്ട് ബ്രൗൺ ആവുന്നത് വരെ വേവിക്കും. പക്ഷേ നമ്മൾ റോസ്റ്റിന് എടുക്കുമ്പോൾ സവാള അത്രയും വേവിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞളിനും മല്ലിക്കും ഒരു കുത്തലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 1/2 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ചീരകവും കുരുമുളകുമാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളകും കൂടി നന്നായിട്ട് ചതച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്കൊരു 4 ടീസ്പൂണോളം നമ്മൾ റെഡിമെയ്ഡ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗരം മസാല വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊരു 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കുന്നില്ല. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ കാശ്മീരി ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 1/2 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് ഞാൻ തേങ്ങാപ്പാലാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ തേങ്ങാപ്പാലാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്താലും മതി. നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല കുറുകിയ പരുവത്തിലാകുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അല്പസമയം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മസാല മുട്ടയിലൊന്ന് കോട്ടാവുന്നത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും അതുപോലെ തന്നെ രാവിലെ പുട്ടിൻ്റെ ഒപ്പം എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.